മോർണിംഗ് ഓൾ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ പടവലാണ്. കണ്ടോ, പടവലം നമ്മുടെ കായ്കളൊക്കെ ഉണ്ടായി കിടക്കണം. ഇവിടെ 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 നിറയെ കായ്കൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വലുതായിട്ടുണ്ട് കായ്കൾ. അപ്പോൾ ഇത് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമ്മൾ കോഴിവളമാണ് അടിവളമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം വിത്ത് മുളപ്പിച്ചിട്ട് ഇട്ട് കൊടുത്തു. മുളപ്പിച്ചത് കുഴിച്ചിട്ടു. അത് വലുതായതാണ് ഈ ചെടികളെല്ലാം. അപ്പോൾ ഈ പച്ചക്കറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു വലിപ്പം എത്തിക്കഴിയുമ്പോൾ ഇതിനൊരു കല്ല് കെട്ടിയിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. വലിപ്പമായി കഴിയുമ്പോൾ നമ്മൾ ഈ അറ്റത്ത് ഒരു ചെറിയ വാഴനാരിൽ ഒരു കല്ല് കെട്ടി തൂക്കുകയാണെങ്കിൽ ഇതിങ്ങനെ നീളം വെച്ച് വരും. കല്ല് നമ്മൾ കെട്ടിയിട്ടുണ്ട്. അതപ്പോൾ നമ്മൾ ഇതിൻ്റെ അറ്റത്ത് കെട്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നീളം വെച്ച് വരും. ചെറിയ കല്ല് മതി, ഒരുപാട് വലിയത് കെട്ടിയിടണ്ട. ഒരു ചെറിയ കല്ല് കെട്ടിയിട്ട് കൊടുക്കുക. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിന് കുറച്ച് വളം ഒഴിച്ചു കൊടുക്കുക. ചാണക സ്ലറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ സ്ലറികൾ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ വളങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടിട്ട് മൂടുകയാണെങ്കിൽ നല്ലതാണ്. കുറച്ച് മണ്ണ് മേളിക്കട ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് വളം ഇടുക, അതിനുശേഷം മണ്ണ് മേളിക്കട ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ചാണക സ്ലറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് എടുത്തു വെച്ചിരുന്ന ചാണകം നേരെ എടുത്തിട്ട് അത് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ഇരട്ടി വെള്ളം ചേർത്ത്. അപ്പോൾ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അതിൻ്റെ കടയിലേക്ക് ശരിക്കും ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് വളർന്നു വന്നോളും. ഇതിന് വളമായിട്ട് ജൈവ സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇതിന് വേറൊരു പ്രശ്നമുള്ളത്, കീടങ്ങളുടെ ആക്രമണം ഉണ്ടാവും. ഈ കായ്ച്ച അതുപോലെ തന്നെ ചിലതരം വണ്ടുകളൊക്കെ വന്ന് ഇത് കുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ചീഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു കവർ ചെയ്തിടാം. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ എടുത്തിട്ട് അതിൻ്റെ അടി കട്ട് ചെയ്യുക, മുകളിൽ ഉള്ളിക്കട കയറ്റിയിട്ട് മുകളിൽ കെട്ടി കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് വന്ന് കുത്താതിരിക്കും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്ന് രക്ഷിച്ചെടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി മിശ്രിതം വേപ്പെണ്ണയൊക്കെ മിക്സ് ചെയ്തത് ഇടയ്ക്ക് ഒരാഴ്ചയിലോ 2 പ്രാവശ്യമൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. പടവലം, അത് പീച്ചിൽ, അതുപോലെ അത് അങ്ങനെ നീളമുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ കവർ ചെയ്തിടാനായിട്ട് ഇതുപോലത്തെ ഒരു നീളമുള്ള കവർ ഉപയോഗിക്കുക. എന്നിട്ട് ഈ കവറിൻ്റെ ഈ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തേക്കുക. എന്നിട്ട് ഇതിങ്ങനെ കയറ്റിയിടുക. ഫസ്റ്റ് ഇങ്ങനെ കയറ്റിയിടുക. എന്നിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. ഒരു വള്ളി എടുത്ത് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇത് നമ്മളുടെ കായ്ച്ച അങ്ങനെയുള്ള സാധനങ്ങൾ വണ്ടുകളുടെ ആക്രമണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടും. ഈ രൂപത്തിൽ നമ്മൾ കെട്ടിയിടുക. അത് മേളിൽ ഒരു കെട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കല്ലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ താഴേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ ചെറുതായി കായാവുമ്പോൾ തന്നെ ചെറിയ എന്തെങ്കിലും കവർ ഇട്ട് കൊടുക്കുക തുടക്കം. അതിനുശേഷം വലിയ കവർ നീളം വെക്കുമ്പോൾ വലിയ കവറുകൾ ഇട്ട് കൊടുക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് എഴുതുന്നു. പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ.